എല്ലാവർക്കും നമസ്കാരം. ഇത് നടന്നിട്ടുള്ള 10th പ്രിലിംസിന്റെ കറന്റ് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. എല്ലാവർക്കും എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്തുക. ഓക്കെ. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാ കിട്ടിയിട്ടുള്ളത്? NS മാധവനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആണ്. വയലാർ അവാർഡ് ഇതേപോലെ തന്നെ 2024 വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് അശോകൻ ചെരുവിലിനാണ് കിട്ടിയിട്ടുള്ളത്. കേരള ജ്യോതി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് MK സാനുവിനാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ 2024. ഓടക്കുഴൽ അവാർഡ് 2024 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? തെറ്റാണ് അല്ലെ. D വിനയചന്ദ്രനല്ല കിട്ടിയിട്ടുള്ളത്, PN ഗോപികൃഷ്ണനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായിട്ടുള്ള ജോഡി ആൻസർ ഓപ്ഷൻ D ആണ്. 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2024 നടന്നിട്ടുള്ള ബ്രിക്സ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നിട്ടുള്ളത്. ശരിയാണ്. അതേപോലെ തന്നെ 2009 ബ്രിക്സ് രൂപം കൊണ്ടിട്ടുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിയായിട്ടുള്ള ആൻസേഴ്സ് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 4ഉം ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ D ആണ് വരുന്നത് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് അല്ലെ, കറക്റ്റ് ആണ്. സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്, അതും കറക്റ്റ് ആണ്. ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി, കറക്റ്റ് ആണ്. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായിട്ടുള്ള രചനയാണ് അല്ലെ. അപ്പൊ എല്ലാം ശരിയാണ്. ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എല്ലാം ശരിയാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം മൂലം നിർബന്ധമാക്കിയിട്ടുള്ള ആദ്യ സംസ്ഥാനം ഏതാണെന്ന് പറയാവോ? തമിഴ്നാടാണ് അല്ലെ. മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം മൂലം നിർബന്ധമാക്കിയുള്ള ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ബ്രിക്സ് സമ്മേളനം നടന്നിട്ടുള്ളത് എവിടെയാണ്? 2024 വേഗം ആൻസർ പറഞ്ഞോളൂ. എവിടെയാണ്? റഷ്യയിലാണ് അല്ലെ. റഷ്യയിലാണ്. ഓക്കെ. ഇനി 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ 36ാമത്തെയാണ്. എവിടെയൊക്കെയാണ്? വയനാട്, ചേലക്കര, പാലക്കാട് അല്ലെ. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? വയനാട്, ചേലക്കര, പാലക്കാടാണ്. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? ആരൊക്കെയാണ്? S സോമനാഥും ഭുവനേശ്വരിയാണ് അല്ലെ. S സോമനാഥും ഭുവനേശ്വരി 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ ആണ് അല്ലെ. റോഷി അഗസ്റ്റിൻ ആണെന്നുള്ളത് പറഞ്ഞു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും എക്സാം എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ നമ്മൾ കറന്റ് അഫയേഴ്സിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. January 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടും അതേപോലെ തന്നെ മന്ത് വൈസ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. എല്ലാവർക്കും ബൈ.